തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും കർത്തൃനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. യേശു തന്നെ തന്റെ ശിഷ്യന്മാരുടെ ആഗ്രഹപ്രകാരം നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു പഠിപ്പിച്ച ശക്തിമത്തായ ഒരു പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന. ദിനവും നമ്മുടെ ആരാധനയിലെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ഘടകവുമാണ് ഈ പ്രാർത്ഥന. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 2 മുതൽ 4 വരെ ഭാഗങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇത് പഠിപ്പിച്ചത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6:9 മുതൽ 13 വരെ വാക്യങ്ങളിലും ഈ പ്രാർത്ഥന കാണാം. ഭാരത മതപാരമ്പര്യത്തിൽ ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് ധ്യാനമന്ത്രം പറഞ്ഞു കൊടുക്കുന്നത് പോലെ യഹൂദ മത പാരമ്പര്യത്തിൽ റാബിമാർ ശിഷ്യന്മാർക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അതിൻ പ്രകാരം യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെയും പ്രാർത്ഥന പഠിപ്പിച്ചു. യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ കേന്ദ്രീകൃതമായ അതുല്യത ദൈവത്തെ പിതാവായി ഉൾക്കൊള്ളുന്നു എന്നതാണ്. ആദ്യത്തെ 3 അപേക്ഷകൾ ദൈവരാജ്യ ആഗമനത്തിനുള്ള 3 പ്രതീക്ഷകൾ വ്യക്തമാക്കുന്നു. അവസാനത്തെ 3 അപേക്ഷകളിൽ ഭൂമിയിൽ മനുഷ്യ ജീവിതത്തിന് അന്വേഷണീയമായ 3 കാര്യങ്ങൾ സമർപ്പിക്കുന്നു. ആദ്യ ഭാഗം ദൈവ കേന്ദ്രീകൃതമാണെങ്കിൽ അവസാന ഭാഗത്ത് ഞങ്ങളാണ് കേന്ദ്രീകൃതമായിരിക്കുന്നത്. ദൈവത്തെ പിതാവായി കണ്ട് സമീപിക്കുന്നതിൽ പ്രാർത്ഥന നടത്തുന്നവർ വെറും അടിമകളോ അന്യരോ അല്ല, മക്കളാണെന്ന് സൂചിപ്പിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8:14 നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രിയ മക്കൾ സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും കൂടി കടന്നു ചെല്ലുന്നതാകുന്നു. ആദ്യത്തെ 3 അപേക്ഷകളിൽ സർവ്വ സൃഷ്ടികളും ദൈവത്തെ മഹാപരിശുദ്ധനെന്ന് അംഗീകരിച്ച് ദൈവ ഭരണത്തിന് സമർപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11:2 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് വായിക്കുന്നു. നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ എന്ന് പറയുമ്പോൾ അവിടുത്തെ നാമത്തിന് തുല്യമായി വേറൊരു നാമവുമില്ല എന്ന് ഉയർത്തി കാണിക്കുന്നു. യഹൂദ പാരമ്പര്യത്തിൽ നാമം ഒരു വ്യക്തിത്വത്തെ മുഴുവൻ പ്രതിദാനം ചെയ്യുന്നു. നാം മക്കളാകൊണ്ട് ദൈവനാമം ദുഷിക്കപ്പെടാതെ കാക്കുമെന്ന പ്രതിജ്ഞ കൂടെയാണ് നാം ഏറ്റുപറയുന്നത്. ദൈവ ഇഷ്ട സ്വർഗത്തിൽ സമ്പൂർണമായി നിറവേറുന്നത് പോലെ ഭൂമിയിലും ആകണമേ എന്നാണ് 3ാമത്തെ അപേക്ഷ. 2ാമത്തെ ഭാഗത്തെ അപേക്ഷയിൽ ദൈവ ഭരണത്തിന് വിധേയപ്പെട്ട മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ ഭക്ഷണം, പാപക്ഷമ, പ്രലോഭനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയ്ക്കായി പ്രാർത്ഥിക്കുന്നു. മനുഷ്യ ജീവന് ശാരീരികവും മാനസികവും ആത്മീയമായ പോഷണം ആവശ്യമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6:11 ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് വായിക്കുന്നു. ഓരോ ദിവസവുമുള്ള ആഹാരം മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, നിത്യരാജ്യത്തിൽ നിലനിൽക്കുന്ന ആഹാരത്തെ കുറിച്ചാണ്. ആത്മീയ പോഷണം എന്ന അർത്ഥത്തിൽ ആവശ്യമുള്ള അപ്പം വിശുദ്ധ കുർബാന ആണല്ലോ. ദൈവത്തിൽ നിന്ന് പാപക്ഷമ പ്രാപിക്കുവാൻ പരസ്പരമുള്ള പാപക്ഷമ വേണം. സഹോദരൻ നിന്നോട് പിഴച്ചാൽ 70 വട്ടം ക്ഷമിപ്പാൻ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18:22 പറയുന്നു. വിശുദ്ധ മത്തായി 5:23 നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ യാഗവസ്തു അവിടെ വെച്ചിട്ട് ഒന്നാമത് ചെന്ന് അവനോട് നിരപ്പായിട്ട് വന്ന് യാഗം കഴിപ്പാൻ പറയുന്നു. അത്രമാത്രം പ്രാധാന്യം പരസ്പരമുള്ള പാപക്ഷമയ്ക്കുണ്ട്. പാപക്ഷമ കിട്ടിക്കഴിഞ്ഞ് വീണ്ടും പാപ സാഹചര്യത്തിൽ അകപ്പെടാതിരിക്കാൻ ദൈവകൃപയും സംരക്ഷണവും അനിവാര്യമാണെന്ന് അവസാന ഭാഗത്തെ അപേക്ഷ വ്യക്തമാക്കുന്നു. മാനവ ചരിത്രത്തിലെ സമഗ്രമായതും സഭയുടെ ആരാധനയിലെ കേന്ദ്രീകൃതവുമായ ഘടകമായ ഈ പ്രാർത്ഥന ലാഘവ ബുദ്ധിയോടെയല്ല, അർത്ഥവത്തായി നടത്തുവാൻ നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.